ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് പുതിയൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആണ് ഈസ്റ്ററായിട്ട് ഞങ്ങൾ നല്ല പാലപ്പവും വെജിറ്റബിൾ സ്റ്റൂവിനുള്ള എല്ലാ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് ഇവിടെ വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈസ്റ്റർ ആയതുകൊണ്ട് നോൺ വെജ് ഒന്നും ഇല്ലേന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. നോൺ വെജൊക്കെ ഉണ്ട്. ഞങ്ങൾ ഉച്ചത്തേക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുക. അപ്പോൾ അതിനകത്ത് തന്നെ ഒത്തിരി നോൺ വെജ് ഐറ്റംസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഫുഡ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ മോർണിംഗ് വെജിറ്റബിൾ ആക്കിയതാണ്. അപ്പോൾ വെജിറ്റബിൾ സ്റ്റൂവും പാലപ്പവുമാണ്. ഓൾറെഡി പാലപ്പത്തിനുള്ള മാവൊക്കെ ഞാൻ തലേദിവസം തന്നെ എല്ലാം അരച്ച് റെഡിയാക്കി വെച്ചേക്കും കേട്ടോ മാറ്റി. അപ്പോൾ ഞാൻ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റൂവിനുള്ളത്. അപ്പം കടുക് പൊട്ടിച്ച് നമുക്ക് അതിനകത്തേക്ക് ഒരു 3-4 ഗ്രാമ്പൂ, ഒരു ചെറിയൊരു പട്ട, 2 ഏലക്കായും കുറച്ച് കുരുമുളകും കൂടെ ഒരു 3-4-5 കൂടെ നമ്മളൊന്ന് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഇത് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മളൊന്ന് ഇട്ട ശേഷം നമ്മൾ ആ എണ്ണയ്ക്കകത്തേക്ക് തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ചോ എടുക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടി ഇടാം കേട്ടോ, നമുക്ക് എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ വെജിറ്റബിൾ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. ഉള്ളിയും കൂടി ഇട്ട് കൊടുത്താൽ അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കാണ് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യുക. കാരണം രണ്ടും ഒരുപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി സെറ്റായി വന്നപ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കുക കേട്ടോ. വെജിറ്റബിൾ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് നമ്മൾ അടച്ച് വെച്ച് അതിനെ വേവിച്ചെടുക്കുവാണ്. ആ വേവിച്ചെടുക്കുന്ന വെന്ത് വരുന്ന ടൈം കൊണ്ട് തന്നെ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ വെച്ച് നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമുക്കൊന്ന് ഉപ്പിടാം. ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടെ ഒഴിച്ചൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നുള്ള സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാലപ്പവും വെജിറ്റബിൾ സ്റ്റൂ ഇതേ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിരിക്കുവാണ്. നല്ല അടിപൊളിയായിട്ട് പുളിച്ച് നല്ല കറക്റ്റായിട്ട്. അപ്പോൾ ഞാൻ അടുപ്പൊന്ന് അങ്ങ് അപ്പുറത്തേക്ക് മാറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്പുറത്ത് അവിടെ ഇരുന്ന് അത് പതുക്കെ വേകട്ടെ. ആ ടൈം കൊണ്ട് നമ്മൾ നല്ല അടിപൊളി പാലപ്പം, നല്ല പൂ പോലത്തെ പാലപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാണ് കേട്ടോ. നല്ല അടിപൊളി അപ്പമാണ്. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് അപ്പമൊക്കെ ഉണ്ടാക്കി നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം. ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അവിടെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഏകദേശം പാകമായി വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഓക്കെ ആയി. ഒരു കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് വേവിക്കാം. ആ ടൈം കൊണ്ട് നമ്മൾ പാല് അതിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ടി തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചെടുത്തിട്ട്. അപ്പോൾ എനിക്കിവിടെ ഫ്രോസണാണ് കിട്ടുന്ന തേങ്ങ, നമ്മളെ ഫ്രഷ് കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ ആ തേങ്ങ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ട് അതാണ് ചേർത്ത്. പാല് പിഴിഞ്ഞാൽ പാലായിട്ട് കിട്ടാറില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് തേങ്ങയാണ് ചേർത്തത്. നിങ്ങൾക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ് അങ്ങനെ ചേർക്കുകയാണെങ്കിൽ. പക്ഷേ എല്ലാത്തിലും ആരും അങ്ങനെ തേങ്ങ അങ്ങനെ ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവരും തേങ്ങ പാലൊഴിച്ചേ കണ്ടിട്ടുള്ളൂ. ഞാനൊരു പരീക്ഷണാർത്ഥത്തിൽ ഞാനൊന്ന് തേങ്ങ ചേർത്തതാണ് കേട്ടോ. നന്നായിട്ട് അരച്ച് ഞങ്ങളങ്ങ് ചേർത്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിനൊക്കെ നമ്മൾ ലാസ്റ്റ് കുറച്ച് കുരുമുളകും ഉപ്പൊക്കെ നോക്കി നമുക്കതിനകത്തേക്ക് കടുക് പൊട്ടിക്കുമ്പോൾ നമുക്കതിനകത്തേക്ക് വെച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ പാലപ്പവും വെജിറ്റബിൾ സ്റ്റൂവും കട്ടൻ ചായയും ഒക്കെ റെഡിയായി. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞാനൊന്ന് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ നമ്മളിതേതാ കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാൻ 2 അപ്പവും കുറച്ച് കറിയും കൂടി എടുത്ത് മോൾക്ക് ആദ്യം കൊടുക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. അടിപൊളിയെന്ന് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അടിപൊളിയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി. അതുപോലെ കുറുമ ഞാനൊന്ന് ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ചതാണ് തേങ്ങ അരച്ചിട്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തതുകൊണ്ട് ഈ കടയിൽ നിന്ന് കേട്ടോ. ഈ ജിദ്ദയിലെ തന്നെ ഏറ്റവും നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി റെസ്റ്റോറൻറ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണം പറയാം. കാരണം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കേട്ടോ. ഞാനിവിടുത്തെ ഏകദേശം ഓൾമോസ്റ്റ് കടകളൊക്കെ നമ്മൾ ഏകദേശം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും മോശമെന്നല്ല പറയണം. അതിൻ്റേതായ ടേസ്റ്റും രുചിയും എല്ലാം അതിൻ്റേതായ ഓരോ കടകൾക്കും ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ബ്രെഡ് ആൻഡ് മീറ്റാണ്. ഞങ്ങളുടെ വീടിന് കുറച്ചപ്പുറത്തായിട്ടോ, ജിദ്ദയിൽ തന്നെ ഷർഫയിലാണ്, ഷറാത്തോബ. അപ്പോൾ ജിദ്ദയിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും കടയൊക്കെ. പക്ഷേ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ ഫുഡ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഫുഡ് ഇവിടെ മേടിച്ചിട്ട് അവിടെ അവർ കൊണ്ട് തന്നായിരുന്നു. അപ്പം ഹോസ്പിറ്റലിലാണ് അവർ കൊണ്ട് തന്നത്. അപ്പം ഞാനതും കൊണ്ട് വീട്ടിൽ വന്നേ.
അപ്പോൾ ദേ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അൺബോക്സിങ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ഐറ്റം കപ്പയാണ് ഗൈസ്. അപ്പോൾ കപ്പ നല്ലൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും എല്ലാം കൊണ്ട് പൊളിയാണ്. നല്ലൊരു കണ്ണ് 2 പേർക്ക് ഞങ്ങളിത് മേടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതുപോലെ ക്രിസ്മസിനും ഓണത്തിനൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ ഡ്യൂട്ടി ആണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് സത്യത്തിൽ ഇത് കഴിക്കുക കേട്ടോ. ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേര് കഴിക്കാറുണ്ട്. അപ്പോൾ ദേ അടുത്ത ഐറ്റംസ് നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ്. അത് കഴിഞ്ഞതേ നമ്മൾ ഓരോന്നോരോന്നായി ഇങ്ങനെ എടുക്കണം. ഒരു പാക്കിങ് തന്നെ അടിപൊളിയാണ് കേട്ടോ. കിടിലോ എന്ന് പറഞ്ഞാൽ കിടിലം. ഓ വാ, അടിപൊളി ഒരു ബീഫ് ഫ്രൈ ആണ് ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ല എന്ന് പറഞ്ഞാൽ ഇത് കാണുന്നത് പോലെ തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ജിദ്ദയിലൊക്കെ ഉള്ളവർ ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പിന്നെ ദേ നമ്മുടെ പായസം വന്നു. അടുത്തതേ നമ്മുടെ അച്ചാറാണ്. അച്ചാറെന്നൊക്കെ പറയും പൊളിയാണ് കേട്ടോ. ഓഹ്, ചില കടകളിലൊക്കെ പോയാൽ അവർ പേരിന് വേണ്ടി അച്ചാറിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കും. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. സൂപ്പറാന്ന് പറഞ്ഞാൽ സൂപ്പറാണ്, പൊളി. കാരണം ഞാൻ അവർ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണ്. അടുത്തതേ നമ്മുടെ ഉപ്പേരി, ബീൻസ് ഉപ്പേരിയാണ്. അതും അതുപോലെ കേട്ടോ. മെഴുക്കുവരട്ടി, ഉപ്പേരിയാന്ന് പറയാൻ പറ്റില്ല, മെഴുക്കുവരട്ടി കേട്ടോ. അതും അടിപൊളിയാണ്. ദേ അടുത്ത ഐറ്റം വന്നു പാലപ്പം. കിടു എന്ന് പറഞ്ഞാൽ കിടു കേട്ടോ. നല്ല അടിപൊളി പാലപ്പം കണ്ടോ. ഇത് ഒരു ഉച്ചയ്ക്ക് ഞങ്ങളിത് കഴിക്കുന്നത് ഉച്ചയ്ക്ക് 1:30 കഴിഞ്ഞു കേട്ടോ. 1:45 ആയി. ആ ടൈമിലാണ്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയതാണെന്ന് ഇത് ആരെങ്കിലും പറയുമോ? അവരൊക്കെ ഉണ്ടാക്കി രാവിലെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് ഇത്ര എല്ലായിടത്തും കൊണ്ട് കൊടുക്കണ്ടേ. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയതായിരിക്കും. പക്ഷേ ഒന്നും ചീത്തയായിട്ടില്ല. അതേ കട്ട്ലറ്റ് വന്നു. കട്ട്ലറ്റാന്ന് പറഞ്ഞാൽ അടിപൊളി കട്ട്ലറ്റ്, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് പൊളിയായിരുന്നു ഫുഡ്. നമ്മുടെ സാലഡ് വന്നു. വെജിറ്റബിൾ സാലഡ് ഉണ്ട്, പപ്പടം ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ അടുത്ത് എന്താ നോക്കാം. ഇപ്പം തന്നെ ഒത്തിരി ഐറ്റംസായി. നമുക്കിനി അടുത്ത് എന്താ നോക്കാം കേട്ടോ. ഞാൻ രാവിലെ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ഒത്തിരി നോൺ വെജ് ഉണ്ടെന്ന്. അപ്പോൾ ദേ അടുത്ത് നമുക്കായിട്ട് നോക്കാം. എനിക്ക് തോന്നുന്നു മീനാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് നോക്കാം. യെസ്, അടിപൊളി കോട്ടയം ഫിഷ് കറി. നല്ല അടിപൊളി കേട്ടോ. വെറുതെ പറയുമല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട് കേട്ടോ. മീൻ സെപ്പറേറ്റും മീൻ കറിയും അപ്പവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുള്ളതാട്ടോ. അത്രയ്ക്ക് കിടുമെന്ന് പറഞ്ഞാൽ കിടും. പുളിയും നല്ല എരിവും, പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് പൊളിയാണ്. ദേ നമ്മുടെ താറാവ് മപ്പാസ്. ഓ മൈ ഗാഡ്, സൂപ്പറാണ് ഗൈസ്. അടുത്തതേ ദിയാമ്മയുടെ സ്പെഷ്യൽ ഐറ്റം വന്നിരിക്കുന്നു, ചിക്കൻ 65. ഓ, അവൾക്കത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. ദിയയുടെ ഫേവറേറ്റ് ഐറ്റമാണ് ചിക്കൻ 65. അടുത്തെന്താണോ നോക്കട്ടെ ഗൈസ്. മോര് കറി. ഇതും ദിയാമ്മളുടെ സ്പെഷ്യലാണ്. മോര് കറിയും ചിക്കൻ 65 ഒക്കെയാണ്. പിന്നെ ബീഫ് ഫ്രൈ, ഇതൊക്കെ ദിയാമ്മളുടെ സ്പെഷ്യലാട്ടോ. നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ ചോറ് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഐറ്റംസ്. നമ്മളെല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ദിയക്കുട്ടിയാണ് എല്ലാം അൺബോക്സ് ചെയ്തത്. ഇത്രയും നീറ്റായിട്ട് അടിപൊളിയായിട്ട് അൺബോക്സിങ് ചെയ്തു കേട്ടോ. അതുപോലെ തിരിച്ചവളതിനെ എല്ലാം അതിൻ്റെ പാക്കറ്റൊക്കെ എടുത്തെല്ലാം മാറിയിട്ട് തിരിച്ചതുപോലെ പാക്കും ചെയ്തു. അപ്പോൾ നമുക്കിതൊക്കെയാണ് ഇന്നത്തെ ഈസ്റ്ററായിട്ട് ഞങ്ങളുടെ സ്പെഷ്യൽ ഫുഡ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും. ബായ്.